TCV ഈ പെരുന്നാൾ ദിനത്തിൽ നിങ്ങൾക്കായി വളരെ സന്തോഷത്തോടെയാണ് ഈ ചുരുക്കുന്ന പാടിയും പറഞ്ഞു. ഞാനും എൻ്റെ കൂടെ സംഗീത അധ്യാപികയും ഗായികയും മാപ്പിളപ്പാട്ടുകളുടെ രംഗത്ത് ഒരുപാട് യാത്ര ചെയ്യുന്ന സുലൈഖ ടീച്ചറും, യാത്ര ചെയ്യുന്ന എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കുട്ടികൾക്ക് മാപ്പിളപ്പാട്ടിൻ്റെയും സംഗീതത്തിൻ്റെയും പഠനവും അധ്യയനവും ഒക്കെ നടത്തുന്ന പ്രിയപ്പെട്ട സുലൈഖ ടീച്ചറും നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടികളും ചേർന്ന് ഇന്ന് ഒരു ദിനം നിങ്ങൾക്കായി പാടിയും പറഞ്ഞും ഒക്കെ. ഈ ദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ നമുക്ക് വേണ്ടി പാടുന്നതും ഞങ്ങൾ ആ പാട്ടിനെക്കുറിച്ച് പറയുന്നതുമൊക്കെ ഒരുപാട് മൈലാഞ്ചിപ്പാട്ടുകളുടെ വിശേഷങ്ങളാണ്. മൈലാഞ്ചിപ്പാട്ടുകൾ എന്ന് പറയുമ്പോൾ മൈലാഞ്ചിപ്പാട്ടുകളെയാണ് നമ്മൾ കല്യാണപ്പാട്ടുകളെന്നും ആഘോഷപ്പാട്ടുകളെന്നും ഒക്കെ വിളിക്കുന്നത്. പൊതുവേ മൈലാഞ്ചിപ്പാട്ടുകളെയാണ്. അത് നമുക്ക് തരുന്നത് കൈകൊട്ടലിൻ്റെ എന്താ പറയുക, ഒപ്പനയുടെ അത്തരത്തിലുള്ള സന്തോഷ ദിനങ്ങളുടെ നിമിഷങ്ങളാണ് മൈലാഞ്ചിപ്പാട്ടുകൾ നമുക്കെപ്പോഴും സമ്മാനിക്കുന്നത്. ഈ പെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ തലേന്ന് അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ദിവസം പുലർച്ചെ മൈലാഞ്ചിയിട്ട് കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞ്, ഇനി മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് തിരക്കിട്ട് ഉറക്കമൊക്കെ ഒഴിച്ച് അല്ലേ ടീച്ചറെ? പണ്ട് കാലത്തൊക്കെ മൈലാഞ്ചി നമ്മൾ പോയി പറിച്ച് അത് അരച്ചിട്ടാണ് മൈലാഞ്ചി ഇടാറ്. അതെ അതെ അതെ. ഇപ്പൊ ഇൻസ്റ്റന്റ് ആയതുകൊണ്ട് ഇപ്പോഴും മൈലാഞ്ചി ഉണ്ട്. ഇന്നും മൈലാഞ്ചി സുലഭമായിട്ട് പാക്കറ്റാണെന്നേ ഉള്ളൂ. കാലത്തെ നമ്മൾ തിരിച്ചറിയുക. അതായത് ഈ സൗകര്യങ്ങൾ ലഭ്യമായ ഈ കാലഘട്ടത്തിൽ ഇനി ഇല മുറിച്ചെടുത്ത് മൈലാഞ്ചി അരച്ചുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഇല്ല, അല്ലേ? തീർച്ചയായിട്ടും ഇല്ല. സൗകര്യങ്ങൾ അപ്പുറത്തുണ്ടാവുമ്പോൾ അത് ഉപയോഗപ്പെടുത്തിയാൽ പോരെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ കല്യാണത്തിന് മാത്രം, അതല്ലെങ്കിൽ പെരുന്നാൾ ദിനത്തില് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈലാഞ്ചി. അതെ അതെ. ഇന്ന് അതല്ല. ഇന്ന് സ്കൂൾ ഫെസ്റ്റിവൽ ആണെങ്കിലും എന്തിനാണെങ്കിലും കുട്ടികൾക്ക് മൈലാഞ്ചി ഒരു ജീവിതത്തിലൊരു അവിഭാജ്യ ഘടകമായി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് മാറി. അതെ അതെ. അതിപ്പോ നമുക്ക് ഓണത്തിന് പൂവിടുന്നതും അങ്ങനെ ആയിപ്പോയല്ലോ, അല്ലേ? ഓണത്തിന് പൂവിടുന്നത് പൂവ് ലഭ്യമാണ്. നമ്മൾ വട്ടി എടുത്തിട്ട് തുമ്പപ്പൂവ് പറിക്കാനോ പോകുന്നില്ല. ആരും പോകുന്നവരെ കാണുന്നില്ല. വളരെ ട്രഡീഷണൽ ആയിട്ട് കാശ് കൊടുത്ത് പൂ മേടിച്ചിട്ടാണ് എന്ന പോലെ തന്നെ മൈലാഞ്ചിയുടെ കാര്യം. എന്നാലും ആ സംസ്കാരം നമുക്കൊരിക്കലും നഷ്ടപ്പെടുന്നുമില്ല. അപ്പോൾ ഈ മൈലാഞ്ചി രാവിൽ അല്ലെങ്കിൽ ഈ മൈലാഞ്ചി ദിനത്തിൽ, പെരുന്നാൾ ദിനത്തിൽ ഞങ്ങൾ കുറേ മൈലാഞ്ചി പാട്ടുകളുമായിട്ട് ഞങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. ടീച്ചർ, ആദ്യം ഏതാ കുട്ടികൾ പാടുന്നത്? ആദ്യമായിട്ട് നമ്മുടെ കുട്ടികൾ പാടുന്ന മൈലാഞ്ചി പാട്ട് മനസ്സകമിൽ മൊഹബത്ത് പെരുത്ത് എന്നുള്ള പാട്ടാണ്. മൈലാഞ്ചി പാട്ടെന്നും വിളിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണപ്പാട്ടെന്നും വിളിക്കാം. ഇത് ഇന്ദിരയുടെ ശബ്ദത്തിൽ, ഇന്ദിര ജോയ് അല്ലേ, ഇന്ദിരയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ട പാട്ടാണ്. അതിൻ്റെ ഒരു എപ്പോഴും നമ്മൾ ഒരു പാട്ടിൻ്റെ പുറകിൽ ഒരുപാട് പേരെ നമ്മൾക്ക് ഓർക്കാനുണ്ടാവും. ഞാൻ ഈ പാട്ടിൻ്റെ രചയിതാവായ പ്രിയങ്കരനായ ബാപ്പു വെള്ളിപ്പറമ്പിനെയും ബാപ്പുക്കയെയും ഇതിന് ഈണം കൊടുത്ത കോഴിക്കോട് അബൂബക്കർ എന്ന പ്രിയങ്കരനായ ഔക്കുബായിയെയും ഓർക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ, ഈ ഓർക്കസ്ട്രയുടെ പുറകിൽ, പാട്ടിന് ഈണം കൊടുത്തത് ഔക്കുബാക്കിയാണെങ്കിലും ഈ ഓർക്കസ്ട്രയുടെ പുറകിൽ ഒരുപാട് പ്രവർത്തിച്ച മലബാറിൻ്റെ ഏറ്റവും വിശിഷ്ടനായിരുന്ന ഗിറ്റാറിസ്റ്റ് ഇന്ദിരയുടെ, ഇത് പാടിയ ഇന്ദിരയുടെ ഹസ്ബൻഡ് ജോയേട്ടനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഔക്കുബായിയുടെ എല്ലാ പാട്ടിൻ്റെ പുറകിലും ജോയേട്ടനായിരിക്കും. പങ്കല്ല, ജോയേട്ടനെയാണ് പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുക. അതായത് A.T. ഉമ്മർക്കയും ബാബുക്കയും R.K. ശേഖറിനെ ഓർക്കസ്ട്ര ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുന്ന പോലെ അവരുടെ ഒക്കെ പാട്ടുകൾക്കുള്ള ഈണമാണ്. ഔക്കുക്കാൻ്റെ ഏത് പാട്ടിലും ജോയേട്ടൻ ഉറപ്പാ. ജോയേട്ടൻ നമ്മളെ വിട്ടു പോകുന്ന കാലം വരെ നമ്മൾ കേട്ട കാസറ്റുകളെല്ലാം ഔക്കുവാക്ക മനസ്സിൽ എന്താ കാണുന്നതെന്ന് ജോയേട്ടൻ അറിയാം. ഒരു ലിങ്ക് ഔക്കുവാക്ക മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ ഔക്കുവാക്ക കരുതുന്നതിൻ്റെ മുമ്പ് ജോയേട്ടൻ അത് വായിച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു ആ ബന്ധം. അത്രയ്ക്കും ആത്മബന്ധമാണ്. പാട്ടെങ്ങനെ വരുന്നു എന്ന് ജോയേട്ടൻ ഇങ്ങനെ ഊഹിച്ചു പറയും. അതെനിക്കറിയാം, ഔക്കാക്ക അങ്ങനെ കൊടുക്കുള്ളൂ, അങ്ങനെ പറയാം ഞങ്ങളോടൊക്കെ. ഔക്കാക്ക അങ്ങനെ ഈണ വിടുക എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നേ എഴുതി വെക്കുകയൊക്കെ ചെയ്യും, ചില ലിങ്കുകളും ഇതൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര എക്സ്പെർട്ടായിരുന്നു ജോയേട്ടൻ. കേട്ടെഴുതും, വായിച്ചൊന്നും നോക്കണ്ട. ജോയേട്ടൻ സ്വരങ്ങളൊന്നും വായിച്ചു നോക്കണ്ട. ജോയേട്ടൻ മെമ്മറിയിൽ നിന്ന് ഇങ്ങനെ എഴുതിയെടുക്കും. ഇങ്ങനെ അത് പറഞ്ഞാൽ പിടിച്ചാന്ന് പറഞ്ഞൊരു പ്രത്യേക കഴിവാണ്. അതിനൊക്കെ എന്താ പറയാന്നറിയില്ല. ഭയങ്കര ടാലന്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞു ഈ ഒരു പാട്ടിനെ പറ്റി. അപ്പോൾ ഇത് തരങ്കിണിക്ക് വേണ്ടി ഇന്ദിര ജോയ് പാടിയ പാട്ട്. ഈ പാട്ടിൻ്റെ പുറകിലുള്ള ചരിത്രം പറയുകയാണെങ്കിൽ ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇത് ഇന്ദിരയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടപ്പോൾ ഇതിന് നമ്മൾ കോറസ് കേട്ടിരുന്നു. മഞ്ചേരിക്കാരിയായ ഒരു സംഗീതാധ്യാപിക ജയലക്ഷ്മി ടീച്ചറും സുരേഷ് ഗോപി എന്ന പ്രമുഖനായ രാഷ്ട്രീയ നേതാവും സിനിമാ നടനുമായ ആരും പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് ഗോപി.
ഇതിപ്പോൾ ഫിറോസ്ക പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു അറിവാണ് എനിക്ക്. നമ്മളിപ്പം പാട്ടിൽ മെയിനായിട്ട് പാടുന്ന ആർട്ടിസ്റ്റുകളാണ്. നമ്മളിപ്പോൾ മനസ്സകമിൽ നിന്നുള്ള പാട്ട് പറയുമ്പോൾ ആ പാടിയത് ഇന്ദിരാ ജോയ്. കോറസ് നമ്മൾ ആരും അത്ര അറിയുന്നില്ലല്ലോ, അതിൽ ചിലപ്പോൾ കാണിക്കൂല. അതിൽ കാസറ്റിൻ്റെ പുറത്ത് രാധിക സുരേഷ് എന്നുണ്ട്, രാധിക സുരേഷ് ഗോപി എന്ന് പേരുണ്ടെങ്കിലും ആരും ശ്രദ്ധിച്ച് കാണില്ല. അന്ന് കോറസ് എന്ന് പറഞ്ഞ് കൊടുത്തതിലുണ്ട്. അപ്പോൾ അവരന്ന് തരങ്കിണിയിൽ വന്നിട്ട് പിന്നെ എന്താ പറയുക, ജീവിക്കാൻ വേണ്ടി പാടുന്നതല്ലല്ലോ. തരങ്കിണിയിൽ വന്നിട്ട് പാഷൻ എല്ലാ പാട്ടുകാരുടെ ഇതിനും കോറസിന് വരും. ഒരുപാട് സിനിമകളിൽ അവരുടെ കോറസ് ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട് തരങ്കിണിയിൽ നടന്ന വർക്ക്. അതാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്ന പാട്ട്. കുട്ടികൾ മനോഹരമായിട്ട് പാടുമല്ലോ. പാടും. പിന്നെ നമ്മൾ ഏതോ ഒരു ഗാനമേള വേദികളിലാണെങ്കിലും ഈ ഒരു പാട്ടില്ലാത്തൊരു ഗാനമേള നമ്മൾ കേൾക്കാറില്ല. അതെ 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 അതെ. അപ്പോൾ ആ പാട്ട് നമ്മുടെ കുട്ടികൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ പാടും. അപ്പോൾ മനസ്സകമിൽ മുഹബത്ത് പെരുത്ത് എന്ന പാട്ട് കേൾക്കാം. അടുത്ത പാട്ട് ഫിറോസ്ക നമ്മുടെ കുട്ടികൾ പാടുന്നത്
മദനപ്പുവാടിയിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. 2 വരി പാടുമോ? പാട്ട് അറിയാഞ്ഞിട്ടല്ല, എനിക്ക് ആ പാട്ട് മനസ്സിലാവാഞ്ഞിട്ടല്ല, ആ പാട്ടിൻ്റെ ഒരു ഓളം മനസ്സിലേക്ക് വന്നപ്പോൾ ചോദിച്ചതാ പെട്ടെന്ന് 2 വരി പാടുമോ? മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യമിന്നാണല്ലോ, ആഹാ മംഗല്യമിന്നാണല്ലോ, മൈലാഞ്ചി കൈകളിൽ മലർമുല്ല വല്ലികൾ ചെണ്ടുകൾ കാണുന്നല്ലോ, ആഹാ ചെണ്ടുകൾ കാണുന്നല്ലോ. ഈ പെരുന്നാൾ ദിനത്തിൽ ഇപ്പോൾ കേട്ട പാട്ടാണ് ഇനി നമ്മുടെ കുട്ടികൾ പാടുന്നത്. ഒരു ആഘോഷരാവിന് അല്ലേ ടീച്ചറെ, ഒരു ആഘോഷ ദിനത്തിൽ, ഒരു കല്യാണ ദിവസം, ഒരു കല്യാണ വീട്ടിൽ മൈലാഞ്ചിരാവ് നടക്കുന്ന ദിവസം. ഇപ്പോൾ കല്യാണ ദിവസവും മൈലാഞ്ചിരാവിൻ്റെ ദിവസത്തിന് മുന്നേ കല്യാണങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടല്ലോ. എന്താണ്? മഞ്ഞൾ കല്യാണം. മഞ്ഞൾ കല്യാണം, അരിക്കുത്ത്, അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ഈ വടക്കോട്ടോ നമ്മളെ ഒപ്പനന്റെ കോസ്റ്റ്യൂമൊക്കെ പുതുമണവാട്ടിയെ ധരിപ്പിച്ചിട്ട് ഒപ്പനയാണ് അവർ കളിക്കുന്നത്. തോഴിമാരൊപ്പന, അതിന് പേര് അരിക്കുത്ത്. അല്ല, അത് ഈ മഞ്ഞൾ കല്യാണം എന്ന് പറയുന്നതിൻ്റെ തലേദിവസമാണ്. അതിന്റെ തലേദിവസം 4 ദിവസമൊക്കെയാണ് കല്യാണം. അപ്പോൾ അതിന് ഇത്തരം പാട്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തി പഴയ ആ ഒരു കോസ്റ്റ്യൂം നമ്മൾ പിന്നെ കലോത്സവ വേദികളിലൊക്കെ കുട്ടികളിടുന്ന ഒപ്പനൻ്റെ വേഷം ധരിച്ചിട്ട് മണവാട്ടിനെ അതുപോലെ തന്നെ വേഷം ധരിപ്പിച്ചിട്ട് അതാണ് അരിക്കുത്ത്. ഓ ഓ ഓ ഓ ഓക്കെ. അപ്പോൾ ഈ ദിവസത്തിലൊക്കെ ഈ പറഞ്ഞ ദിവസമായാലും മഞ്ഞൾ കല്യാണ ദിവസമായാലും മൈലാഞ്ചിരാവായാലും കല്യാണ ദിവസവും ഏറ്റവും അധികം കല്യാണ വീട്ടുകളിൽ ഗാനമേള ട്രൂപ്പായാലും കുട്ടികളായാലും നമ്മൾ വീട്ടുകാർ കൂടിയിട്ട് അല്ലേ, കൂട്ടുകാർ കൂടിയിരുന്ന് പാടുകയാണെങ്കിലും എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് ഇപ്പം കേട്ട മദനപ്പൂവാടിയിൽ. ഇനി ഞാൻ പാടേണ്ടതില്ലല്ലോ. എൻ്റെ ഒരു ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണെങ്കിൽ ഒരു 2018 സമയത്ത് എൻ്റെ മോളുടെ കല്യാണത്തിന് ഈ പാട്ട് നേരെ പ്ലേ ചെയ്യുകയല്ല, എൻ്റെ മോളെ ഇങ്ങനെ മരുമോനെ ചേർത്ത് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിമിഷം എന്നെ സംബന്ധിച്ച് എത്ര അല്ലേ. അപ്പം ഫിറോസ്ക വീണ്ടും ആ കല്യാണ വീട്ടിലേക്ക് അതെ, മൂല്യവത്തായ നിമിഷം ഈ പാട്ട് നേരെ പ്ലേ ചെയ്യുകയല്ല ചെയ്തത്. ഞാൻ നമ്മുടെ ഷബ്ന, ഫാരിഷ, സുറുമി ഇവരെ കൊണ്ടെല്ലാം ചേർത്ത് ഇവരുടെയൊക്കെ വോയിസിൽ മദനപ്പൂവാടിയിൽ പുതുപെണ്ണ് റോസ്നയുടെ കല്യാണം എന്നാണല്ലോ, മോളുടെ പേര് റോസ്ന എന്നാണ്. അത് ആ പാട്ട് ഇങ്ങനെ ഇവരുടെ നല്ല ഗെയിനുള്ള വോയിസിൽ അവർ പാടിയത്. കോട്ടക്കൽ ഹുസൈൻ്റെ സ്റ്റുഡിയോ എന്ന് പാടിയിട്ട് ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് താഴെ നിന്ന് ഒരു ഹോളിൻ്റെ മുകളിലേക്ക് ഒരു യാത്ര ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ കൂടെ നിൽക്കണമല്ലോ, ബാപ്പിയും ഉമ്മയൊക്കെ കൂടെ നിന്ന് ഞാൻ അതിലേക്ക് പോയി. ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം അതിലേക്ക് പോയി. മോളുടെ പേര് വെച്ച് ചേർത്ത ഈ പാട്ടിൻ്റെ ഒരു ഓർമ്മ എനിക്ക് വന്നു. ഏതായാലും ഇത് വളരെ പ്രഗത്ഭമായ ബാപ്പുക്കയുടെ ശബ്ദത്തിലാണ് നമ്മൾ എടപ്പാൾ ബാപ്പുക്കയുടെ ഒരു വോയിസിലാണ് ഈ പാട്ട് പ്രചരിച്ചിട്ടുള്ളത്. വളരെ പുരാതനമായ ഒരു പാട്ടാണ്. പാടി ഇങ്ങനെ വടക്ക് നിന്ന് കൈമാറി വന്നൊരു പാട്ടാണ്. ഏതായാലും കുട്ടികളിത് അതേ ഓളം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പാടട്ടെ. കേൾക്കാം. ചെണ്ടുകൾ കാണുന്നല്ലോ.
പഠിച്ചു കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏത് കോഴ്സ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണോ? എന്നാൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതകളോടുകൂടിയ പ്രൊഫഷണൽ കോഴ്സസ് തിരഞ്ഞെടുക്കാൻ DRS നോളജ് സിറ്റി നിങ്ങളെ സഹായിക്കും. എങ്ങനെയെന്നല്ലേ? പ്രൊഫഷണൽ കോഴ്സുകളായ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആൻഡ് ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകളുടെ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ് DRSൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല 1 ഇയർ കോഴ്സുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബിസിനസ് കോഴ്സസ് ആയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളും നിങ്ങൾക്ക് DRSൽ ചെയ്യാവുന്നതാണ്. So be a part of DRS Knowledge City. Catch your dreams. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മുത്തശ്ശി, ഇതില് നിറയെ പൈസയുണ്ട്. മുത്തശ്ശിന്റെ കാലിന്റെ ഓപ്പറേഷൻ ഉള്ളതാ. മുത്തശ്ശിനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു. പൈസ മാത്രം പോരല്ലോ, നല്ലൊരു ഹോസ്പിറ്റലും കൂടെ വേണ്ടേ? ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞു ഇതാ നല്ല ഹോസ്പിറ്റൽ എന്ന്. ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ. അപ്പൊ പോവാല്ലേ മുത്തശ്ശി? ഇനി വാർദ്ധക്യവും ആഘോഷമാക്കാം, കളിചിരികളെ ഞങ്ങളുമായി ചേർത്ത് പിടിച്ചുകൊണ്ട്. കൂടെയുണ്ട് ഹീൽഫോർട്ട്. സെലിബ്രേറ്റ് യുവർ ലൈഫ് അഗെയിൻ വിത്ത് us. ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ, സ്പോർട്സ് ഇഞ്ചുറി ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സെന്റർ, NH തൃശൂർ റോഡ്, കുറ്റിപ്പുറം. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. ഇനി ഏതാ കുട്ടികൾ പാടുന്നത്? ഇനി നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട റംലത്ത പാടി അനശ്വരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ് മധുനുകരുന്ന മനോഹര രാവ്. ഓ, തുടക്കം മുതൽ അവസാനം വരെ അന്ത്യാക്ഷരപ്രാസം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു നിയമം പാലിച്ചെഴുതിയ പാട്ട്. ആ അന്ത്യാക്ഷരപ്രാസം എന്ന നിലയിൽ വരുന്ന വാക്ക് രാവാണ് അല്ലേ? രാവ്. മധുനുകരുന്ന മനോഹര രാവ്, മനം കവരുന്ന നിലാവൊളി രാവ്, നിലാവൊളി രാവ്, മതിമറന്ന ആ മലർ മാറിലണഞ്ഞു ഉണർന്നൊരു രാവ്, മയങ്ങി ഉറങ്ങണ രാവ്. പിന്നെ അങ്ങനെ എല്ലാ അനുപലവിയും എല്ലാം രാവ് 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 എന്ന് പറഞ്ഞ് നമ്മളെ ഗസലുകൾ പാലിക്കുന്ന ഒരു നിയമമാണത്. ഗസലുകളിലാണ് ഏറ്റവും കൂടുതൽ. അതിൽ റംലത്താൻ്റെ ശബ്ദം കൂടെ വന്നപ്പോഴോ പറയണ്ട, റംലത്തയിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലേ? എനിക്ക് മറക്കാനാവാത്ത ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ്. മറ്റുള്ളവരെ പാട്ട് ഇഷ്ടമല്ല എന്നല്ല, ഞാൻ കൂടുതലായിട്ടും വേദികളിൽ പാടലും റംലത്താൻ്റെ പാട്ട് തന്നെ.
അപ്പോൾ ഞാൻ ഏതായാലും ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യമാണ് അതിൻ്റെ ഒരു പ്രധാന. അതായത് ടീച്ചറുടെ വോയിസ് എന്ന് പറയുന്നത് ഒരു ബേസ് അല്ലേ, ഹൈ അധികമല്ല, ഒരു ബേസ് ടൈപ്പ് വോയിസ്. അതാണ് റംലത്തയുടെ വോയിസ് അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റംലത്താൻ്റെ പാട്ടുകൾ തന്നെയാണ് ഞാൻ എപ്പോഴും പരിപാടികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കലും. അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് കുട്ടികൾ പാടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇത് ആലപ്പുഴ നിന്ന് തന്നെയായിരുന്നു റംലത്തയുടെ പല പാട്ടുകളും വന്ന് ജനിച്ചിരുന്നത്. റംലത്തയുടെ ഒരു പാട്ടിനും അക്കാലത്ത് വടക്കുമായിട്ടൊരു ബന്ധവുമില്ല. വടക്കുമായിട്ടുള്ള ഒരേ ഒരു ബന്ധം മദ്രാശിയിൽ റെക്കോർഡിങ്ങിന് മദ്രാശിയിലല്ല അന്ന് പോകുന്നത്. റെക്കോർഡിങ്ങിന് പോകുന്ന സമയത്ത് നമ്മുടെ പ്രിയങ്കരനായ ബാബുരാജ് എന്ന പ്രിയ ബാബുക്ക ചെയ്തു കൊടുക്കുന്ന ചില സംഗീതപരമായ സഹായങ്ങൾ. ബാബുക്ക റംലത്തയെ ഭയങ്കര കാര്യമായിരുന്നു. ഈ മാപ്പിളപ്പാട്ട് പാടുന്നവരിൽ, റെക്കോർഡ് ചെയ്യാൻ വരുന്നവരിൽ ഇത്ര ടാലൻ്റ് ഉള്ള ഒരു ലേഡിയെ ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല എന്ന് പറയും. എത്ര ബാബുക്ക, അത്ര കഴിവല്ലേ റംലത്തയ്ക്ക്. ഹിന്ദുസ്ഥാനിയുടെ ബേസ് ഉണ്ട്. ഞാൻ പറയുന്നത് ശബ്ദത്തിനും അപ്പുറമുള്ള ചില ക്വാളിറ്റികൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവരെ തൊണ്ടയിൽ വരും. അങ്ങനെ ബാബുക്ക ഈണം മാറ്റി കൊടുത്ത കുറേ പാട്ടുകൾ റംലത്തയ്ക്കുണ്ട്. ഇത് സാധാരണ ആ ഒരു ഓളത്തിൽ അങ്ങനെ പോകുന്നൊരു പാട്ടാണ്. അപ്പോൾ ഇതിലും ഓർക്കസ്ട്രേഷനിൽ, അതായത് കെ ജെ കോയ എന്ന് പറയുന്ന ആലപ്പുഴക്കാരനാണ് റംലത്തയ്ക്ക് വേണ്ടി 3/4 പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. ഈ പാട്ടും അവരുടെ രചനയാണ്. അതുപോലെ സലാംക, റംലത്തയുടെ ഹസ്ബൻഡ് ഹാർമോണിസ്റ്റ് ആയിരുന്നു, തബലിസ്റ്റ് ആയിരുന്നു, പാട്ടുകൾക്ക് ഈണം കൊടുക്കും. സലാംകയാണ് പല പാട്ടുകൾക്കും ഈണമിട്ട് ഇവിടെ നിന്ന് പോകുന്നത്. അവിടെ എത്തുമ്പോൾ ചില പാട്ടുകൾക്ക് മാത്രം ബാബുക്കയുടെ ഒരു ഇടപെടൽ വരുമെന്നാണ്. ഇതാണ് യഥാർത്ഥ കഥ. ബാബുക്ക ചില റംലത്തയുടെ കഴിവിനനുസരിച്ച് റംല ഈ ട്യൂൺ പോരാ, ഒന്ന് മാറ്റിപ്പാടി, ഒന്ന് മാറ്റിപ്പാടി നോക്ക്, വരുമല്ലോ റംലയുടെ തൊണ്ടയിൽ എന്ന് പറയത്രേ ബാബുക്ക. ഇതൊക്കെ ഞാൻ നേരെ കേട്ട കാര്യങ്ങളാണ്. അങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ റംലത്ത് പാടും. കഴിവില്ലാത്തവർക്ക് ഇപ്പോൾ പാട്ട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പാടും ചില പാട്ടുകൾ. ഇത് കല്യാണപ്പാട്ടിൻ്റെ സ്വഭാവത്തിൽ തന്നെ നിൽക്കുന്ന, എന്നാൽ റംലത്തയുടെ ആ തൊണ്ടയുടെ ടച്ചസ് ഉണ്ടല്ലോ, അതിങ്ങനെ മധുനുകരും മനോഹര രാവ്, മനങ്കവരും നിലാവൊളിരാവ്, മതിമറന്ന മലർ മാറിലണച്ചു പുണർന്നൊരു രാവ്, മയങ്ങിയുറങ്ങണ രാവ്. ആ ഒരു ഏരിയയൊക്കെ റംലത്തങ്ങനെ എവിടെയോ പോയി വരും, പാടി വരും. അങ്ങനെയാണ് റംലത്തയുടെ ഒരു ശൈലി. അപ്പോൾ റംലാബീഗം എന്ന മാപ്പിളപ്പാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ പാട്ടുകൾ, വലിയ പാട്ടുകൾ നൽകിയ ഗായികയ്ക്കൊരു സമർപ്പണമാണ് TCVയുടെ ഈ ദിനത്തിൽ കുട്ടികൾ പാടുന്ന ഈ പാട്ട്, ഈ മൈലാഞ്ചി ദിനത്തിൽ. മഴ
ഇനി കുട്ടികൾ പാടുന്നത് മൈലാഞ്ചി കൊമ്പൊടിച്ചാണ് അല്ലേ? മൈലാഞ്ചി കൊമ്പൊടിച്ച് നീട്ടി വലിച്ചരച്ച്, പ്രശസ്തമായ ഗാനം. ടീച്ചറെ, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ടിന് ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് കുട്ടികൾ ഈ പാട്ട് ഹാർമോണിയം തബലയുടെ ആ ബലത്തിൽ റിഹേഴ്സൽ ചെയ്യുന്നത് ഞാൻ കേട്ടു. ഞാനിങ്ങനെ മാറിയിരുന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ, സത്യസന്ധമായിട്ട്. പണ്ട് കാലത്ത് വിയൻകുട്ടി മാഷും ഫസീലത്തെയും ഒരു ടീമായി മാറുന്നതിന് മുമ്പ് ഐഷ സഹോദരിമാർ വിയൻകുട്ടി മാഷയുടെ കൂടെ പാടിയിരുന്നു. അതിനുശേഷമാണ് ഫസീലത്തയുടെ എൻട്രി. ആദ്യത്തെ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ മാഷയുടെ കൂടെ ഐഷ സഹോദരിമാർ, അവർ ഏട്ടത്തിയും അനിയത്തിയും ആയിരുന്നു. അവർ പിന്നെ ഇപ്പോഴും അവരുണ്ട്, ഫീൽഡ് വിട്ടു എന്നേ ഉള്ളൂ. അതിനുശേഷമാണ് വിളയിൽ വത്സല എന്നൊരു ഗായിക രംഗത്ത് വരുന്നത്, നമ്മളെ പ്രിയപ്പെട്ട ഫസീലത്ത. അപ്പോൾ അന്ന് കോഴിക്കോട് അതിനുശേഷം വിയൻകുട്ടി മാഷയുടെ കൂടെ കണ്ട ഓർക്കസ്ട്രയല്ല. അതിനുശേഷം നമ്മൾ കണ്ട വിയൻകുട്ടി മാഷയുടെ മെഗാ ബാൻഡും ഓർക്കസ്ട്രയും ഒന്നുമല്ല. തിരൂരിലെ ഷാബായിയും പൊന്നാനിക്കാരനായ ഇബ്രാഹിം കുട്ടിക്കയും ഖലീൽ റഹ്മാൻ എന്ന മരണപ്പെട്ടു പോയ പൊന്നാനിയിലെ പാട്ടുപാടിയിരുന്ന ഹാർമോണിയം വായിച്ചിരുന്ന ഇങ്ങനെ ഒരു ജഗദീഷ് എന്ന് പറയുന്ന മോളി റാവു എന്ന ഗായികയുടെ ബ്രദറും, ഒരു ഗിറ്റാർ, ഒരു ഹാർമോണിയം, ഒരു തബല, ഒരു ടൈമിങ്, ഇങ്ങനെ പോയിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ ഇവിടെ കുട്ടികൾ റിഹേഴ്സൽ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി എന്നുള്ളത് ഞാൻ ടീച്ചറോട് നന്ദി പറയണോ, കുട്ടികളോട് നന്ദി പറയണോ, അതോ അങ്ങനെ തന്നെ ഓർക്കസ്ട്ര ഒരുക്കിയ ചാനൽ അധികൃതരോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ മാറിയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഫീലാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഹാർമോണിയത്തിൻ്റെ ശബ്ദം, തബലയുടെ ശബ്ദം, ഡോലക്കിൻ്റെ ശബ്ദം, അതിങ്ങനെ കിട്ടിയപ്പോൾ പണ്ട് മാഷ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിരുന്ന ബേബി ലോഡ്ജിലും അതിനുശേഷം വികാസ് ലോഡ്ജ്, അതിനുശേഷം ഒരുപാട് മാഷ് ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ. പണ്ട് കാലത്ത് ഈ ഒരു ഉപകരണത്തിൻ്റെ ബലത്തിലാണല്ലോ എല്ലാവരും പാട്ടുപാടി പരിശീലിച്ച് വന്നതും. ഇനി ഗാനമേളയാണെങ്കിലും ഇന്ന് ഇലക്ട്രോണിക്കിൻ്റെ ഒരു എന്താ പറയുക വന്നു. അതിനുശേഷമാണ് പപ്പേട്ടൻ കീബോർഡുമായിട്ടും അക്കോർഡിയനുമായിട്ടൊക്കെ മാഷയുടെ കൂടെ വരുന്നത്. അതിനുശേഷമാണ് പാട്ടുകൾക്കൊക്കെ ഹാർമോണിയം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സുഖമാണ് ഹാർമോണിയത്തിൽ നമ്മൾ പാടുമ്പോൾ. ആ ഓർമ്മ വന്നു. അപ്പോൾ ഇത് PTKയുടെ വരികൾ, പാഷഭായിയുടെ, പ്രഗത്ഭനായ ചാന്ദ് പാഷ എന്ന പാഷഭായിയുടെ ഈണം, മാഷും ഫസീലത്തെയും കൂടി പാടിയ മാഷ്. മാഷുടെ ശബ്ദത്തിൽ, മാഷ് പാട്ടിൻ്റെ രചനയിലുണ്ടാകും, ഈണത്തിൻ്റെ പുറകിലുണ്ടാകും, അതിൽ ചില ഗവേഷണങ്ങൾ നടത്തിയ പാട്ടിൻ്റെ വരുംവരായികകൾ കണ്ടെത്തുന്ന ഭാഗത്തുണ്ടാവും. ഈ ഭാഗത്തൊക്കെ മാഷ് സജീവമാവുമെങ്കിലും വിയൻകുട്ടി മാഷ് എന്ന ആളുടെ ശബ്ദത്തിൽ നമ്മൾ കുറച്ച് പാട്ടുകളാണ് താരതമ്യേന കേട്ടിട്ടുള്ളത്. മറ്റു പാട്ടുകാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിയല്ലേ? അതെ, മൂസക്കയുമായിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സത്താർക്കയുമായിട്ടോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എണ്ണത്തിൽ മാഷ് പാടിയത് കുറവാണ്, കുറച്ച് പാട്ടുകളാണ്. പക്ഷേ കാളപൂട്ടിന്, സംകൃത പമകരി, ആ കൂട്ടത്തിൽ കുറച്ച് വാല്യൂ ഉള്ള, മ്യൂസിക്കൽ വാല്യൂ കൂടിയുള്ള ഒരു പാട്ടായിട്ട് നമ്മൾ എടുക്കുന്നൊരു പാട്ടാണ് മൈലാഞ്ചി കൊമ്പൊടിച്ച്. എന്നാൽ ഈ മൈലാഞ്ചി ദിനത്തിൽ, പെരുന്നാൾ ദിനത്തിൽ അത് ഓർക്കാനുള്ള ഒരു പാട്ടുമാണ്. എന്തുണ്ടോ വേറെ ഓർമ്മ പാട്ടുമായിട്ട്? ഇല്ല, ഇതൊക്കെ തന്നെ ധാരാളം. കേൾക്കാം ഈ പാട്ട്, നമ്മുടെ കുട്ടികൾ മനോഹരമായിട്ട് പാടുന്നത്. കൊമ്പൊടിച്ച് നീട്ടി വലിച്ചരച്ച് കൈകൾ നീച്ച
കൺഫ്യൂഷനിലാണോ നിങ്ങൾ? ഏത് കോഴ്സ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണോ? എന്നാൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതകളോടുകൂടിയ പ്രൊഫഷണൽ കോഴ്സസ് തിരഞ്ഞെടുക്കാൻ DRS നോളജ് സിറ്റി നിങ്ങളെ സഹായിക്കും. എങ്ങനെയെന്നല്ലേ? പ്രൊഫഷണൽ കോഴ്സുകളായ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആൻഡ് ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകളുടെ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ് DRSൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല 1 ഇയർ കോഴ്സുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബിസിനസ് കോഴ്സസ് ആയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളും നിങ്ങൾക്ക് DRSൽ ചെയ്യാവുന്നതാണ്. So be a part of DRS Knowledge City. Catch your dreams. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മുത്തശ്ശി, ഇതില് നിറയെ പൈസയുണ്ട്. മുത്തശ്ശിന്റെ കാലിന്റെ ഓപ്പറേഷൻ ഉള്ളതാ. മുത്തശ്ശിനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു. പൈസ മാത്രം പോരല്ലോ, നല്ലൊരു ഹോസ്പിറ്റലും കൂടെ വേണ്ടേ? ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞു ഇതാ നല്ല ഹോസ്പിറ്റൽ എന്ന്. ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ. അപ്പൊ പോവാല്ലേ മുത്തശ്ശി? ഇനി വാർദ്ധക്യവും ആഘോഷമാക്കാം, കളിചിരികളെ ഞങ്ങളുമായി ചേർത്ത് പിടിച്ചുകൊണ്ട്. കൂടെയുണ്ട് ഹീൽഫോർട്ട്. സെലിബ്രേറ്റ് യുവർ ലൈഫ് അഗെയിൻ വിത്ത് us. ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ, സ്പോർട്സ് ഇഞ്ചുറി ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സെന്റർ, NH തൃശൂർ റോഡ്, കുറ്റിപ്പുറം. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. വാ വാ പുട്ടേ വാ, പുട്ടിൻ്റെ പൊടിയേ വാ. അടുത്ത പാട്ട് നമ്മുടെ കുട്ടികൾ പാടുന്ന ഫിറോസ്ക, മൊഞ്ചത്തി പെണ്ണിൻ്റെ കല്യാണം. ഓ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എത്ര പാടിയ പാട്ടുകളാണ് കുട്ടികളെ ഏറ്റുപാടുന്നത്. ഇന്നൊക്കെ വലിയൊരു ഓർമ്മയിലേക്കാട്ടോ ടീച്ചർ കുട്ടികളുമായിട്ട് ഇവിടെ എത്തിയത്. ഇങ്ങനെ ദുർലഭ നിമിഷങ്ങളെ നമുക്കൊക്കെ കിട്ടുന്നുള്ളൂ. ഇങ്ങനെ പഴയ പാട്ടുകൾ അന്യം നിന്ന് പോവരുത് ഒരിക്കലും. പോവില്ല, ഒരിക്കലും പോവില്ല. അത് അത്തരം പാട്ടുകളാണ്, അത്തരം കൂട്ടുകെട്ടിൽ പറഞ്ഞ പാട്ടുകളൊന്നും ഒരിക്കലും അന്യം നിന്ന് പോവില്ല. അപ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ പെരുന്നാൾ ദിനത്തിൽ പഴയ പാട്ടുകൾ. ഞാൻ തൊട്ട് മുന്നത്തെ പാട്ടിൽ പറഞ്ഞൊരു കമൻ്റ് ഇല്ലേ, അന്യം നിന്ന് പോകരുത്, ഈ പാട്ടുകൾ നാമാവശേഷമായി പോകരുത്, അല്ലെങ്കിൽ കേൾക്കാതെ പോകരുതെന്ന് പറയുമ്പോൾ തന്നെ ഈ കേൾക്കുന്നത് തന്നെ കുട്ടികൾ ഇനി എടുത്ത് പാടുകയാണെങ്കിൽ തന്നെ അത് നവീനമായ ഓർക്കസ്ട്രയുടെ വേറൊരു ഫോർമാറ്റിൽ കേൾക്കേണ്ട ഒരു ഞാനതിനെ ചില സമയത്തൊരു എന്താ പറയുക, ഒരു
ഗതികേട് എന്നൊന്നും പറയാൻ പാടില്ല, അങ്ങനത്തെ വാക്കൊന്നും പറയാൻ പാടില്ലെങ്കിലും ചില സമയത്ത് തോന്നാറുണ്ട് ചില പാട്ടുകൾ ആ പാട്ടുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു മ്യൂസിക്കും ഓർക്കസ്ട്രയും ഒക്കെ വന്നുകൊണ്ട് ഇലക്ട്രോണിക്കിന്റെ ഒരു തള്ളിക്കയറ്റം. അതെ അതെ അതെ, ആ പാട്ടുമായിട്ട് ഒരു ബന്ധമില്ല. ചിലരൊക്കെ അത് സൂക്ഷിച്ചുകൊണ്ട് ചില മ്യൂസിക്, ഈ ഓബോ, ക്ലാർനെറ്റ്, ഷെഹനായി, ഹാർമോണിയം, മാൻലിൻ, ബാൻജോ ഇങ്ങനത്തെ ഉപകരണങ്ങൾക്കാണ് പ്രാധാന്യം, ഷൈബാജ, ഈ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യും. ചിലർ അതിൽ നിന്ന് ഒരു ബന്ധവുമില്ലാത്ത എന്തൊക്കെയോ ശബ്ദകോലാഹലം വെസ്റ്റേൺ ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ട് ആ പാട്ട് വേറൊരു സംസ്കാരത്തിലും അഴകേറുന്നോളെ വാക്കൊക്കെ ഈയിടെ അങ്ങനെ ഒരു വല്ലാത്ത ഒരു ദുർഗതി സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കുറേ സ്ഥലത്ത് കേട്ടു. അഴകേറുന്നോളൊക്കെ കണ്ണൂരിൻ്റെ എന്തൊരു കൾച്ചറൽ ഒരു പാട്ടാണ്. അതിൻ്റെ ഹമ്മിങ് അങ്ങോട്ട് പാടി കഴിഞ്ഞാൽ തന്നെ ആ പാട്ടിൻ്റെ ഒരു അതെ, അത് നമ്മൾ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ മൊഞ്ചത്തിപ്പെണ്ണിൻ്റെ കല്യാണം, ഞാൻ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ ഇരിക്കുന്ന നമ്മുടെ കഴിഞ്ഞ പാട്ടിൽ ഞാൻ പറഞ്ഞത് അതാണല്ലോ, നമ്മുടെ ഈ ഓർക്കസ്ട്ര, അതായത് ഓർക്കസ്ട്ര അവർ വായിക്കുന്ന വ്യക്തി എന്നതിനപ്പുറം അവർ ഉപയോഗിക്കുന്ന ഉപകരണം, അതാണ് ഞാൻ ഹാർമോണിയം, തബല, ഡോലക്കിൽ അത് കേൾക്കുമ്പോൾ പണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ പണ്ട് ചെറിയ കല്യാണ വീടുകളിൽ ഇതേ പാട്ടുകളെ കേട്ടിരുന്ന, AVK പരിപാടി എടുത്തിരുന്ന കാലം, ഞാനൊക്കെ കുട്ടിയായിട്ട് പോയിരുന്നു. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ഗാനമേളക്കാർക്ക് ചോറ് തരാഞ്ഞിട്ട് ശോകഗാനം പാടിക്കൊടുത്തൊക്കെ ഞാൻ ഇപ്പോഴും മറക്കില്ല. എനിക്ക് ഭയങ്കര തമാശയായിരുന്നു, ഭയങ്കര തമാശ. ശോകഗാനം പാടിക്കൊടുക്കുക, അവനാണ്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. പുതിയാപ്പിള ഇറങ്ങാൻ പോവുക, അപ്പോൾ ഒരു കല്യാണപ്പാട്ട്, ഈ മൊഞ്ചത്തിപ്പെണ്ണിൻ്റെ കല്യാണം പോലത്തെ പാട്ടുകൾ പാടേണ്ടതാണ്. പക്ഷേ ഗാനമേള ടീമിന് ചോറ് കിട്ടാത്തതുകൊണ്ട് അതൊരു ശോകഗാനം, ആ ഒരു ശോകഗാനം പാടിയിട്ട് അവനെ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു. തമാശ പറഞ്ഞതാ, പാടാനുള്ള ധൈര്യം എവിക്കാക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളോട്, അപ്പം ആരോ ചോദിച്ചു, എന്താ എവിക്ക പുതിയാപ്പിള ഇറങ്ങിയില്ല, തല്ല് കിട്ടും അവരുടെ അടുത്ത് നിന്നിട്ടോന്ന്. ഞാൻ വെറുതെ പറഞ്ഞതാടോ എന്ന് പറഞ്ഞു. എന്നാലും അങ്ങനത്തെ നർമ്മങ്ങൾ വരുമായിരുന്നു എവിക്ക, നിഷ്കളങ്കമായ നർമ്മങ്ങൾ. ഏതായാലും എവിക്കയെ ഓർത്തതാണ് നമ്മൾ. എവിക്കയും അഞ്ജലി അമ്മയും പാടിയ KT മൊയ്തീൻ ക, പിന്നെ പല പാട്ടിൻ്റെ പുറകിലും അറിയാലോ ആരായിരിക്കും എവിക്കയുടെ കൂടെയെന്ന്. ഓർക്കസ്ട്രേഷൻ ചെയ്തു കൊടുക്കുന്നതിലോ പാട്ടിന് ഈണമിട്ട് കൊടുക്കുന്നതിലോ 100% പങ്ക് പ്രിയങ്കരനായ ബാബുക്കയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞതാണ് അല്ലേ, പലവട്ടം പറഞ്ഞതാണ്, പലർക്കും അറിയാവുന്നതാണ്. ബാബുക്ക ഇത്രയേറെ സ്നേഹിച്ച ഒരു മാപ്പിളപ്പാട്ട് ഗായകൻ വേറെ ഇല്ല. അത് അവരുടെ വലിയൊരു സൗഹൃദമായിരുന്നു. അപ്പോൾ ബാബുക്കയുടെ സംഗീതത്തിൻ്റെ ബലത്തിൽ KT മൊയ്തീൻ ക രചിച്ച് എവിക്കയും പ്രിയങ്കരിയായ അഞ്ജലി അമ്മയും ശബ്ദം കൊടുത്ത പാട്ട് കുട്ടികൾ പാടുന്നു, കേൾക്കാം. പഞ്ചാര
അടുത്തതായിട്ട് നമ്മളെ കുട്ടികൾ പാടാൻ പോകുന്ന പാട്ട് കല്യാണ പെണ്ണിന് ചേലുള്ള മൈലാഞ്ചി. ഓരോ പാട്ടുകളും പഴമയെ ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ നമ്മൾ രാവ് പറഞ്ഞ പോലെ, നമ്മുടെ കുട്ടികൾ രാവ് പാടിയ പോലെ കല്യാണ പെണ്ണിന് ചേലുള്ള മൈലാഞ്ചി അല്ലേ? എല്ലാ വരികളും മൈലാഞ്ചി 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 മൈലാഞ്ചി. അപ്പം നമ്മളിപ്പോൾ ഇന്ന് TCVയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് എന്താ? മൈലാഞ്ചിയാണ്. മൈലാഞ്ചി തന്നെയാണ് പാട്ടിൻ്റെ പരിപാടിയുടെ പേരല്ല ഞാൻ പറഞ്ഞത്. മൈലാഞ്ചി പാട്ടുകളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും സന്തോഷവും തീർച്ചയായും നിങ്ങൾക്ക് മൈലാഞ്ചി പാട്ടുകളും കല്യാണപ്പാട്ടുകളും ആഘോഷപ്പാട്ടുകളും കേൾക്കാനായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ടീച്ചറുടെ കുട്ടികളെന്ന് ടീച്ചറോടൊത്ത് ഓർക്കസ്ട്രയോടൊത്ത് ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഈ ഒരു വേദിയിലും കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മൈലാഞ്ചി പാട്ടുകൾ ഒരുക്കിയത്. ഇത് കുറച്ചുകൂടി നമ്മൾ ഇതുവരെ കേട്ട പാട്ടുകളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഈണവുമാണ്. കുറച്ചുകൂടി തലം കൊണ്ട്, പാട്ടിൻ്റെ സംഗീത തലം കൊണ്ട് കുറച്ചുകൂടി ഉയർന്ന പാട്ടാണ്. കാരണം സുജാത ചേച്ചിയാണ് പാടിയത്. അന്ന് തരംഗടിയിലേക്ക് ഈ വർക്കുമായിട്ട് പോകുന്ന സമയത്ത് ബാപ്പു വള്ളിപ്പറമ്പ് എഴുതി, ഔക്കുബായി കോഴിക്കോട് അബൂബക്കർ ഈണമിട്ട് ഈ പാട്ടുമായിട്ട് പോകുന്ന സമയത്ത് ആര് പാടും തരംഗിണിയിൽ ദാസേട്ടൻ്റെ കൂടെ എന്ന് തീരുമാനമാവാതെയാണ് ഇവിടുന്ന് പോവുക. അതെന്താ കാരണം? അത് ദാസേട്ടൻ ഈസ് ദ അതോറിറ്റി ടു ഡിസൈഡ്. ദാസേട്ടൻ തീരുമാനിക്കണം ആര് പാടുമെന്ന്. അതായത് ചിത്ര ചേച്ചി ആവാം, സുജാത ചേച്ചി ആവാം. ഇനിയിപ്പോൾ ദാസേട്ടന് മറ്റൊരു ഫീമെയിൽ പാടട്ടെ എന്ന് സജസ്റ്റ് ചെയ്താൽ ഇവർക്കൊന്നും പറയാൻ നിവർത്തിയില്ല. കാരണം ബാപ്പുക്കയുടെ ജീവിതത്തിൽ, OMKയുടെ ജീവിതത്തിൽ, ഔക്കുബായുടെ ജീവിതത്തിൽ, KV അബുട്ടിമാഷയുടെ ജീവിതത്തിൽ, വടകര കൃഷ്ണദാസേട്ടൻ്റെ ജീവിതത്തിൽ, നമ്മുടെ വടകര M കുഞ്ഞിമൂസക്കയുടെ ജീവിതത്തിലൊക്കെ തരംഗിണിക്ക് വേണ്ടി പാട്ടുകൾ ദാസേട്ടനെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞവരുടെ ജീവിതത്തിൽ അസുലഭമായൊരവസരമല്ലേ അത്? ഏറ്റവും വലിയ ഭാഗ്യം. യേശുദാസ് എന്ന മഹാഗായകൻ്റെ ശബ്ദത്തിൽ പാടിക്കാൻ കഴിയുന്നത് ഒരു മാപ്പിളപ്പാട്ട് സംഗീത സംവിധായകൻ്റെ ജീവിതത്തിലെ ഭാഗ്യം തന്നെ അല്ലേ? സിനിമാ പാട്ടുകളല്ലല്ലോ. ദേവരാജൻ മാഷും ദക്ഷിണാമൂർത്തി സ്വാമിയും ഒക്കെ പാടിച്ച പോലെ അല്ലല്ലോ ഇവിടുന്ന് പോകുന്ന പാട്ടുകളുടെ ഒരു തലം. ദാസേട്ടൻ അങ്ങനെ ഒരു വർക്ക് ചെയ്യാമെന്ന് തരംഗിണി ഏറ്റതും ദാസേട്ടൻ അത് പാടാമെന്ന് സമ്മതിക്കുന്നത് തന്നെ അന്ന് വല്ലാത്തൊരു ഇവരുടെ ഭാഗ്യമാണ്. പൗക്കുബായൊക്കെ പോകുന്ന സമയത്തുള്ള അവരുടെ വികാരങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു വർക്കിന് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് ദാസേട്ടൻ പാടി കേൾക്കുന്നതിൻ്റെ ഒരു ആസ്വാദനം തിരിച്ചു വന്നിട്ടൊക്കെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും വാക്കുകൾ കരയായിരുന്നു. പൗക്കുബായൊക്കെ കരയാന്ന് പറയില്ല നമ്മൾ, സന്തോഷം കൊണ്ട്. പിന്നെ അങ്ങനെയായിരുന്നു അപ്പുട്ടിമാഷ്. അവരൊക്കെ ഭാഗ്യമാണത്. കൃഷ്ണേട്ടനൊക്കെ ചെയ്ത പാട്ടുകൾ വല്ലാത്ത തലം തൊട്ട പാട്ടുകളാണ്. അപ്പോൾ അതിൽ സുജാത ചേച്ചിയാണ് ഈ പാട്ട് പാടിയത്. കുറേ പാട്ടുകൾ ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, യത്തീമിന്നത്താണി, അല്ലാ റസൂലിനെ. ഓക്കെ, അപ്പോൾ ഇത് സുജാത ചേച്ചി കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ശബ്ദങ്ങൾ തന്നെയാണ് ഒരു പാട്ടിൽ പരാമർശിച്ച ജയലക്ഷ്മി ടീച്ചറും രാധിക സുരേഷും, ഇന്ദിരയും രാധിക സുരേഷും ഇവരൊക്കെയാണ് കോറസ് പാടിക്കൊടുത്തത്. ചേച്ചിയുടെ ഒരു വല്ലാത്ത ആലാപനമാണ്. ഒരു സിനിമാ പാട്ടിൻ്റെ തലത്തിലേക്ക് ഈണം കൊണ്ട് ഉയരുമോ എന്ന് ചോദിച്ചാൽ ഉയരും. ഈ പാട്ടൊരു സിനിമയിലാണ് വന്നിരുന്നതെങ്കിൽ ഒരു സിനിമാ പാട്ടായി മാറിയല്ലോ. അത്രയും റേഞ്ചുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഔക്കുബായി മനോഹരമായ ഈണങ്ങൾ നമുക്ക് തന്ന കോമ്പിനേഷനാണ്. അതായത് ഭാസ്കരൻ മാഷ്, ബാബുക്ക, വയലാർ ദേവരാജൻ എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു കോമ്പിനേഷനായിരുന്നു ആ കാലഘട്ടത്തിൽ ബാപ്പു വള്ളിപ്പറമ്പ് കോഴിക്കോട് അബൂബക്കർ കോമ്പിനേഷൻ അല്ലേ? സിനിമയിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ പറയുമ്പോൾ മാപ്പിളപ്പാട്ടിൽ ഇങ്ങനെ വെക്കാമായിരുന്നു. ആ കൂട്ടുകെട്ടിൽ നിന്ന് ധാരാളം പാട്ടുകൾ കേട്ടവരാണ് നമ്മൾ. അതിലേറ്റവും മികച്ചൊരു പാട്ടാണ് ചേച്ചിയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. ആ ചേച്ചിയിൽ നിന്ന് എത്രയോ പ്രായം കൊണ്ട് താഴെ നിൽക്കുന്ന നമ്മുടെ കുരുന്നുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസം ഈ മൈലാഞ്ചിപ്പാട്ട് പാടുന്നത്. കേൾക്കാമല്ലേ? ിൽ
പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏത് കോഴ്സ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണോ? എന്നാൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതകളോടുകൂടിയ പ്രൊഫഷണൽ കോഴ്സസ് തിരഞ്ഞെടുക്കാൻ DRS നോളജ് സിറ്റി നിങ്ങളെ സഹായിക്കും. എങ്ങനെയെന്നല്ലേ? പ്രൊഫഷണൽ കോഴ്സുകളായ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആൻഡ് ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകളുടെ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ് DRSൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല 1 ഇയർ കോഴ്സുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബിസിനസ് കോഴ്സസ് ആയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളും നിങ്ങൾക്ക് DRSൽ ചെയ്യാവുന്നതാണ്. So be a part of DRS Knowledge City. Catch your dreams. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മുത്തശ്ശി, ഇതില് നിറയെ പൈസയുണ്ട്. മുത്തശ്ശിന്റെ കാലിന്റെ ഓപ്പറേഷൻ ഉള്ളതാ. മുത്തശ്ശിനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു. പൈസ മാത്രം പോരല്ലോ, നല്ലൊരു ഹോസ്പിറ്റലും കൂടെ വേണ്ടേ? ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞു ഇതാ നല്ല ഹോസ്പിറ്റൽ എന്ന്. ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ. അപ്പൊ പോവാല്ലേ മുത്തശ്ശി? ഇനി വാർദ്ധക്യവും ആഘോഷമാക്കാം, കളിചിരികളെ ഞങ്ങളുമായി ചേർത്ത് പിടിച്ചുകൊണ്ട്. കൂടെയുണ്ട് ഹീൽഫോർട്ട്. സെലിബ്രേറ്റ് യുവർ ലൈഫ് അഗെയിൻ വിത്ത് us. ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ, സ്പോർട്സ് ഇഞ്ചുറി ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സെന്റർ, NH തൃശൂർ റോഡ്, കുറ്റിപ്പുറം. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. വാ വാ പുട്ടേ വാ, പുട്ടിൻ്റെ പൊടിയേ വാ. മൈലാഞ്ചി മട്ടമിലിട്ട് ചമഞ്ഞൊരു മൊഞ്ചത്തി, നിന്റെ പൂമാരൻ നിക്കാഹിന് പന്തലിൽ വന്നെത്തി. മൈലാഞ്ചി മട്ടമിലിട്ട് ചമഞ്ഞൊരു മൊഞ്ചത്തി, നിന്റെ പൂമാരൻ നിക്കാഹിന് പന്തലിൽ വന്നെത്തി. ഇങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ട്. അത്ര മനോഹരമായൊരു പാട്ടാണ്. അതെ, ഒരു ഖവാലിയായിരുന്നു. നല്ല കുറേ തബലയൊക്കെ ഇങ്ങനെ അടിച്ചു വായിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ ഞാനൊരു അഹനയും പാടിയ നല്ലൊരു പാട്ടായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ മൈലാഞ്ചി എന്ന് തുടങ്ങുന്ന ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഓർമ്മയിൽ വരും അല്ലേ? പ്രഗത്ഭനായ, എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ ആകാരം കൊണ്ടും ആലാപനം കൊണ്ടും അതികായനായ പാട്ടുകാരൻ മാപ്പിളപ്പാട്ടിൽ ഒരേ ആളായിരുന്നു. അത് മൂസക്ക അല്ലേ? ആകാരം, ആലാപനം, അതികായൻ. ഞാൻ ആ വെച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അത് മൂസക്ക തന്നെയായിരുന്നു. അങ്ങനെ മൂസക്ക ഒരാളായിരുന്നു. മൂസക്കയുടെ ഏറ്റവും പ്രശസ്തമായ മൈലാഞ്ചി.
മൈലാഞ്ചി അരച്ചല്ലോ മലർ കയ്യിൽ പതിച്ചല്ലോ മൈക്കണ്ണിൽ കിനാവിവളൊളിപ്പിച്ചല്ലോ നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാഹാണല്ലോ മൈലാഞ്ചി അരച്ചല്ലോ മലർ കയ്യിൽ പതിച്ചല്ലോ മൈക്കണ്ണിൽ കിനാവിവളൊളിപ്പിച്ചല്ലോ നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാഹാണല്ലോ. ഇങ്ങനെ മൈലാഞ്ചിയുടെ ഓർമ്മ, പെരുന്നാളിൻ്റെ ഓർമ്മ ഒക്കെ. ആ മൈലാഞ്ചി രാവും അല്ലെങ്കിൽ മൈലാഞ്ചി ഇടലും പെരുന്നാളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ചടങ്ങുകളാണത്. ആ ദിനത്തിൽ ധാരാളം കല്യാണപ്പാട്ടുകൾ, മൈലാഞ്ചിപ്പാട്ടുകൾ ഞങ്ങളുടെ കുട്ടികൾ പാടി. ടീച്ചർക്ക് അഭിമാനിക്കാം. കുട്ടികൾ മുൻപൊക്കെ വന്ന പല ഘട്ടങ്ങളിലും ഞാനൊക്കെ ഇത് പറഞ്ഞതാണ്. കുട്ടികൾ അറിയപ്പെടുന്ന പാട്ടുകാരായിട്ട് മാറട്ടെ. അവർ വാനോളം പേരുണ്ടാക്കാൻ കഴിയുന്ന, നന്നായി പാടാൻ കഴിയുന്ന, എന്നാൽ പാട്ടുകളുടെ സംസ്കാരം ഉൾക്കൊണ്ട് പാടാൻ കഴിയുന്ന കുട്ടികളായി തീരട്ടെ. ടീച്ചർക്കും അതിനുള്ള ഭാഗ്യം, ഞങ്ങൾക്കൊക്കെ അത് കേൾക്കാനും കാണാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അവസാനിപ്പിക്കാം. ഇന്ന് ഞങ്ങളുടെ കുട്ടികളെ കേട്ട നിങ്ങൾക്ക് TCVയുടെ പേരിൽ, സംഘത്തിൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. ഇതോടൊപ്പം മൈലാഞ്ചി ആശംസകൾ, പെരുന്നാൾ ആശംസകൾ ഞാനും ടീച്ചറും ഓർക്കസ്ട്രയും കുട്ടികളും ചേർന്ന് നിങ്ങൾക്ക് നേരുക കൂടി ചെയ്യുകയാണ്. എല്ലാവിധ പെരുന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.